ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ 21 ശ്ലോകങ്ങളിൽ നാരദ മഹർഷി ഭക്തിദേവിയെ ഉണർത്തുന്ന ഒരു രംഗമായിരുന്നു കണ്ടിരുന്നത്. 22ാമത്തെ ശ്ലോകത്തിൽ സൂതൻ കഥ തുടരുന്നതായിട്ടാണ് കണ്ടത്. ഇനിയുള്ളത് ആ നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട ഭക്തിദേവി നാരദ മഹർഷിയോട് പറയുന്ന വാക്കുകളാണ് ഇനി അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ട് 23ഉം 24ഉം. നമുക്ക് ആദ്യം 23ാമത്തെ ശ്ലോകം നോക്കാം. ഭക്തിരുവാച അഹോ നാരദ ധന്യോസി പ്രീതിസ്തേ മയി നിശ്ചലാ ന കദാചിദ്വിമുഞ്ചാമി ചിത്തേ സ്ഥാസ്യാമി സർവദാ. നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇവിടെ അഹോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സംബോധനയായിട്ടും എടുക്കാം, ഇവിടെ ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്നതായിട്ടും നമുക്കത് കണക്കാക്കാവുന്നതാണ്. ഭക്തിദേവി പറയുകയാണ്, അഹോ നാരദ, അല്ലയോ നാരദ മഹർഷേ, ധന്യോസി, അങ്ങ് ധന്യനാകുന്നു. കാരണം ഇവിടെ അത് പറയാൻ കാരണം ഭക്തിദേവി തൻ്റെ ഈ 2 മക്കളുമായിട്ട് ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരുമായിട്ട് എവിടെയെല്ലാം സഞ്ചരിച്ചോ എങ്ങും തന്നെയും തനിക്കൊരു ശക്തി പകരാൻ കഴിഞ്ഞില്ല. എല്ലായിടവും പുത്രന്മാരുടെ ക്ഷീണം തന്നെയും കൂടി ക്ഷീണിപ്പിച്ചുകൊണ്ടിരുന്നിടത്ത് നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു സർവാംഗപുഷ്ടി നേടി ഭക്തിദേവി നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിദേവിയെ ഉണർത്താൻ ഈ നാരദ മഹർഷിക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. കാരണം ഭക്തോത്തമനായ നാരദ മഹർഷിക്ക് ഭക്തിദേവിയെ തൻ്റെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കി ഉണർത്തുക എന്നത് വലിയൊരു കാര്യമായിരുന്നില്ല, അത്ര ശ്രമകരമായ ഒരു കാര്യമായിരുന്നില്ല. കാരണം ആ ഭക്തിയുടെ മഹത്വം ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ്, അതിൻ്റെ മധുരം നന്നായി നുണഞ്ഞിട്ടുള്ള ആളാണ്. ആ ഭക്തിയിലൂടെ തന്നെ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് ശ്രീ നാരദ മഹർഷി. അതുകൊണ്ട് തന്നെ ഭക്തിദേവിക്ക് തൻ്റെ മഹത്വത്തെ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ കൂടിയായിരുന്നു നാരദ മഹർഷി. ആ നാരദ മഹർഷിയിൽ നിന്ന് തന്നെ ഇവിടെ ഭക്തിദേവിക്ക് തൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ അതിലൂടെ തനിക്ക് ഉണരാൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും ആ നാരദ മഹർഷി എത്രമാത്രം ധന്യനാണ്, ധന്യാത്മാവാണ് എന്ന് ഇവിടെ ഒന്ന് ഭക്തിദേവി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് തിരിച്ച് നാരദ മഹർഷിയെ. അല്ലയോ നാരദ മഹർഷി, അങ്ങ് ധന്യനാകുന്നു. കാരണം തളർന്നിരുന്ന ആ ഭക്തിദേവിയെ ക്ഷീണമകറ്റാനായി ചുറ്റിനും നിന്ന് വീശിക്കൊടുത്തുകൊണ്ടിരുന്നത് ഗംഗ മുതലായ പുണ്യനദികളായിരുന്നു. സ്ത്രീരൂപം പൂണ്ട് വന്ന് നിന്ന് വീശിക്കൊടുത്തത്. അതായത് അത്രമാത്രം പരിപാവനമായവർക്ക് പോലും ഉണർത്താൻ കഴിയാതിരുന്ന ഭക്തിയെ ഈ നാരദ മഹർഷിക്ക് ഉണർത്താൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും നാരദ മഹർഷി അങ്ങ് ധന്യനാകുന്നു. കാരണം അങ്ങ് മഹാത്മാവാണ്, ധന്യാത്മാവാണ് എന്നിവിടെ ഭക്തിദേവി പറയുകയാണ്. അഹോ നാരദ ധന്യോസി. പിന്നെയോ അതുകൊണ്ട് തന്നെ പറയാണ് പ്രീതിസ്തേ മയി നിശ്ചല. പ്രീതിസ്തേ, പ്രീതി തേ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പ്രീതിസ്തേ. പ്രീതി എന്ന് പറഞ്ഞാൽ അത്യധികം പ്രീതിയുണ്ട്. തേ, അങ്ങയ്ക്ക്, മയി, എന്നിൽ, എങ്ങനെ, നിശ്ചല, ചലിക്കാത്തതായ ദൃഢമായിട്ടുള്ള പ്രീതി അങ്ങയ്ക്ക് എന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭക്തി നാരദ മഹർഷിയോളമുള്ള ഒരാൾ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ അങ്ങയ്ക്ക് എന്നിൽ വളരെയേറെ പ്രീതിയുണ്ട് എന്ന് ഞാൻ അറിയുന്നു. കാരണം പുണ്യനദികൾക്ക് പോലും ഇത്രയേറെ ഭക്തിയില്ല നാരദ മഹർഷിയോളം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ ആ നാരദ മഹർഷിയുടെ മഹത്വം.
അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠനായ ഒരു നാരദ മഹർഷിയുടെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലല്ലേ അതിശയപ്പെടാനുള്ളൂ. ഭഗവാൻ ആ തൻ്റെ ദിവ്യരൂപ ദർശനം നൽകിയില്ലെങ്കിലല്ലേ അതിശയപ്പെടാനുള്ളൂ. അങ്ങനെയുള്ള നാരദ മഹർഷി, അങ്ങേക്ക് എന്നിൽ അത്യധികം പ്രീതിയുണ്ട്, അതും അചഞ്ചലമായ പ്രീതിയുണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് പറയാൻ ന കഥാചിദ്വിമുഞ്ചാമി. ന എന്ന് പറഞ്ഞാൽ ഇല്ല, കഥാചിദ്വിമുഞ്ചാമി, കഥാചിത് വിമുഞ്ചാമി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കഥാചിദ്വിമുഞ്ചാമി. കഥാചിത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും, വിമുഞ്ചാമി വിട്ടുപോവുക, വിമുഞ്ചാമി എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക. ന വിമുഞ്ചാമി വിട്ടുപോവുകയില്ല, ഒരു കാലത്തും വിട്ടുപോവുകയില്ല. ചിത്തെ സ്ഥാസ്യാമി സർവദാ. ചിത്തെ അങ്ങയുടെ ചിത്തത്തിൽ, അങ്ങയുടെ മനസ്സിൽ, സ്ഥാസ്യാമി സ്ഥിതി ചെയ്തു കൊള്ളാം, ഞാൻ വസിച്ചു കൊള്ളാം, സർവദാ എപ്പോഴും. അപ്പോൾ ഇവിടെ പറയുകയാണ്, അല്ലയോ നാരദ മഹർഷി, അങ്ങേക്ക് എന്നിൽ അത്യധികം പ്രീതിയുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അങ്ങ് എനിക്ക് ചെയ്തു തന്ന ഈ ഉപകാരം, എന്നെ ഉണർത്താൻ അങ്ങേക്ക് കഴിഞ്ഞുവെങ്കിൽ, അല്ലയോ ധന്യാത്മാവേ, അങ്ങയുടെ ചിത്തത്തിൽ ഞാൻ എന്നും വസിച്ചു കൊള്ളാം. കാരണം അങ്ങേക്ക് എന്നിൽ ഉറപ്പുള്ള, ചഞ്ചലമായിട്ടുള്ളതല്ലാത്ത ദൃഢമായ ഒരു പ്രീതിയുണ്ട്. ആ പ്രീതിക്ക് പ്രത്യുപകാരമായി, അല്ലയോ നാരദ മഹർഷി, അങ്ങയുടെ ചിത്തത്തിൽ ഞാൻ എന്നും വസിച്ചു കൊള്ളാം, ഒരിക്കലും ഞാൻ അങ്ങയെ വിട്ടുപോവില്ല, ഒരു കാലത്തും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഭക്തിദേവിയിൽ നിന്നും ഇത്ര ഉറപ്പുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം ഒരു പക്ഷേ ലോകത്തിൽ മറ്റൊരുത്തർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, ഇപ്പോൾ നാരദ മഹർഷിക്ക് കിട്ടിയതുപോലെ. കാരണം ഭഗവാനിങ്കലുള്ള ഭക്തി, ആ ഭഗവാനിങ്കലുള്ള പ്രേമം, ഭക്തി രൂപത്തിൽ ഞാൻ എന്നും അങ്ങയുടെ ചിത്തത്തിൽ ഇരുന്നു കൊള്ളാം, ഒരു കാലത്ത് ഞാൻ വിട്ടുപോവുകയില്ല എന്ന് ഭക്തിദേവി ഇവിടെ ശ്രീ നാരദ മഹർഷിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. കാരണം ആ ഭക്തിദേവിയെ ഉണർത്താൻ നമ്മുടെ കയ്യിലുള്ള ഒന്ന് മാത്രമല്ലേ നമുക്ക് മറ്റൊരാളിന് കൊടുക്കാനൊക്കൂ. ഇവിടെ ശ്രീ നാരദ മഹർഷിയുടെ ഉള്ളിൽ അചഞ്ചലമായ ഭക്തിയുണ്ട്, ദൃഢമായ ഭക്തിയുണ്ട് ഭഗവാനിങ്കൽ. പക്ഷേ എന്നിട്ടും, ഇതറിഞ്ഞിട്ടും ഭക്തിദേവി പറയുകയാണ്, ഒരു പക്ഷേ ഇത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഭക്തിദേവി പറഞ്ഞത്, ഒരു കാലത്ത് ഞാൻ വിട്ടുപോവുകയില്ല. കാരണം എനിക്ക് ഉറപ്പ് വന്നിരിക്കുന്നു, എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ ആ അചഞ്ചലമായ ഭക്തിയുടെ മഹത്വം. അതുകൊണ്ടാണ് അങ്ങേക്കിപ്പോൾ എന്നിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്, എന്നെ പൂർവാധികം ആ ഒരു സർവ്വ അംഗങ്ങളിലും പുഷ്ടി വരുത്തുവാൻ കഴിഞ്ഞത്, എന്നെ ഉണർത്താൻ കഴിഞ്ഞത്, എൻ്റെ പുത്രന്മാരുടെ ദുഃഖത്തെക്കാളേറെ എൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി എന്നെയൊന്ന് ഉദ്ധരിക്കുവാൻ കഴിഞ്ഞത് അങ്ങയിൽ വേണ്ടുവോളം ഭഗവാനിങ്കൽ പ്രീതിയുള്ളത്, ഭഗവാനിങ്കൽ ഉറച്ച ഭക്തിയുള്ളത് കൊണ്ടാണ്. എന്നിൽ അങ്ങ് അത്യധികം അങ്ങേക്ക് പ്രീതിയുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഒരു കാലത്തും, അല്ലയോ നാരദ മഹർഷിയെ, ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല. നമ്മൾ ഭാഗവതോത്തമന്മാരുടെ പേരുകൾ ഇനിയൊരു വേള നമുക്ക് ഭാഗവതത്തിൽ കാണാം. അതിൽ ഒരു പക്ഷേ ഏറ്റവും ഒന്നാമതായി തന്നെ നമുക്ക് പറയാവുന്ന ഒരു പേരാണ്, അതുകൊണ്ട് തന്നെ ശ്രീ നാരദ മഹർഷിയുടെ കാര്യം. കാരണം ആ ഒരു ഉറപ്പ് ഒരു പക്ഷേ മറ്റു ഭക്തോത്തമന്മാർക്കൊന്നും തന്നെയും ഭക്തിദേവിയിൽ നിന്ന് നേരിട്ട് കിട്ടിയിട്ടില്ല. നാരദ മഹർഷിക്ക് കിട്ടിയതുപോലെ ഒരു കാലത്ത് ഞാൻ വിട്ടുപോവില്ല എന്നൊരു ഉറപ്പ് മറ്റു ഭാഗവതോത്തമന്മാർക്കൊന്നും തന്നെയും കിട്ടിയിട്ടില്ല. ആ നാരദ മഹർഷി നമുക്ക് ഭഗവാന്റെ പല അവതാരങ്ങളും നോക്കിയാൽ ആ അവതാരങ്ങളിലൊക്കെയും ഭഗവാന്റെ അവതാരോദ്ദേശ്യത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ അവതാരോദ്ദേശ്യം നടപ്പിലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ ശ്രീ നാരദ മഹർഷിയെ തന്നെ ഭഗവാൻ തിരഞ്ഞെടുത്തുവെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് ഭഗവാൻ വളരെയേറെ ഉത്തമമായ ഒരു വ്യക്തിയെ തന്നെയാണ് തിരഞ്ഞെടുത്തത് എന്ന് കാണാം. കാരണം മറ്റൊരുത്തർക്കും ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വേളയിൽ ചഞ്ചലപ്പെട്ടു പോകാമെങ്കിലും നാരദ മഹർഷിക്ക് ചഞ്ചലം ഉണ്ടാവില്ല, ചാഞ്ചല്യം ഉണ്ടാവില്ല എന്ന് ഭഗവാന് നന്നായിട്ടറിയാം.
നമുക്ക് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാര കഥയിലും നമുക്ക് കാണാം, എത്രയോ വേള, എന്തിനേറെ വനവാസത്തിന് പുറപ്പെടാൻ സമയമാകുമ്പോൾ പോലും ശ്രീ നാരദ മഹർഷി വന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, രാജ്യഭാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അങ്ങയുടെ അവതാരോദ്ദേശ്യം പൂർത്തിയാവില്ല. നമ്മൾ വരാഹാവതാരത്തിൽ ആ ഹിരണ്യാക്ഷനെ ഭഗവാനിങ്കലേക്ക് എത്തിക്കാനുള്ള വഴികാട്ടി. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് മുമ്പ് ആ ഹിരണ്യാക്ഷനെ വധിച്ചുകൊണ്ട് അങ്ങയുടെ അവതാരം പൂർത്തിയാക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ, ഇങ്ങനെ ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങളിൽ നമുക്ക് ഈ നാരദ മഹർഷിയുടെ സാന്നിധ്യം കാണാനാവുന്നത് ഒരു പക്ഷേ ഈ ഭക്തിദേവി ആ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയതുകൊണ്ട് തന്നെയാകാം. ഭഗവാൻ തൻ്റെ അവതാരങ്ങളിൽ ഒക്കെയും ആ നാരദ മഹർഷിക്ക് ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാനം കൊടുത്തതും ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാകാം. ഭഗവാന് കണക്കുകൾ തെറ്റില്ല, മനുഷ്യനെ തെറ്റൂ. കാരണം ഭഗവാന് നന്നായിട്ടറിയാം, യാതൊരു ചാഞ്ചല്യവുമില്ലാത്ത ഭക്തി ഏത് സാഹചര്യത്തിൽ ചെന്നുപെട്ടാലും, നമ്മളിലെയൊക്കെ ഭക്തി പലപ്പോഴും ചഞ്ചലമാകുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റിനുമുള്ള വ്യക്തികൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ഭക്തിക്ക് ഇളക്കം വരുത്താറുണ്ട്. എന്നാൽ നാരദ മഹർഷി ഏത് സാഹചര്യത്തിൽ ചെന്നാലും, ഏത് സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടാലും ആ നാരദ മഹർഷിയുടെ ഉള്ളിലെ ഭക്തിക്ക് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. സദാ ആ നാരായണ നാമം മാത്രമാണ് ആ നാരദ മഹർഷിയുടെ നാവിലും തൻ്റെ തമ്പുരുവിലുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, ഭക്തിദേവി പറഞ്ഞത്, അഹോ നാരദ ധന്യോസി, അല്ലയോ നാരദ മഹർഷി, ഇത് അത്യാശ്ചര്യകരമാണ്. കാരണം എന്നെ ഉണർത്താൻ പുണ്യനദികൾക്ക് പോലും, ഗംഗാദേവി ഉൾപ്പെടെയുള്ള പുണ്യനദികൾ, ഓർക്കുക, സാക്ഷാൽ പരമശിവൻ്റെ ശിരസിൽ നിന്നും ആ ഉത്തമാംഗത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗാനദിക്കു പോലും ഭക്തിദേവിയെ ഉണർത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ നാരദ മഹർഷിയുടെ വാക്കുകൾക്ക് ആ ഭക്തിദേവിയെ ഉണർത്താൻ കഴിഞ്ഞു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. അഹോ നാരദ ധന്യോസി പ്രീതിസ്തേ മയി നിശ്ചല ന കദാചിദ്വിമുഞ്ചാമി ചിത്തേ സ്ഥാസ്യാമി സർവദാ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ പാദത്തിൽ കദാചിത് വിമുഞ്ചാമി, അത് കദാചിത് വിമുഞ്ചാമി എന്ന് പിരിക്കരുത്, ചേർത്ത് തന്നെ വായിക്കുക. കദാചിത് വിമുഞ്ചാമി. ഇനി നമുക്ക് 24-ാമത്തെ ശ്ലോകവും കൂടി നോക്കാം. കൃപാലുനാ ത്വയാ സാധോ മദ്ബാധാത്വം സീതാക്ഷണാത് പുത്രയോശ്ചേതനാ നാസ്തി തതോ ബോധയ ബോധയ. നമുക്ക് ആ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. കൃപാലുന എന്ന് പറഞ്ഞാൽ കൃപാലുവായ, ത്വയ അങ്ങ്, സാധോ ഇവിടെ സാധുവായ എന്ന് പറഞ്ഞാൽ മഹാത്മാവായിട്ടുള്ള, അല്ലയോ മഹാത്മാവേ, അത്യധികം കൃപാലുവായിട്ടുള്ള കരുണാമയനായിട്ടുള്ള അങ്ങ്. അല്ലെങ്കിൽ നാരദ മഹർഷി ഇങ്ങനെ ഭാരത പര്യടനത്തിന് വരുമ്പോൾ എവിടെയോ നമ്മൾ കണ്ടിരുന്നു അല്ലേ, ഗുർജരത്തിലെത്തിയപ്പോൾ എവിടെയോ, ക്ഷമിക്കണം, വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഈ യുവതിയായ സ്ത്രീ രണ്ട് വൃദ്ധന്മാരുടെ സമീപം ഇരുന്ന് കരയുന്നു, കുറേ സ്ത്രീകൾ നിന്ന് വീശിക്കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് നാരദ മഹർഷിക്ക് കടന്നു പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ലക്ഷ്യം ഈ ഒരു ഭാരത പര്യടനമായിരുന്നു. എന്നിട്ടും അടുത്തു വന്ന, അല്ലയോ സുന്ദരി, എന്താണിവിടെ സംഭവിച്ചത്, എന്താണ് അവിടുത്തെ വിഷമം എന്ന് ചോദിച്ചറിയണമെങ്കിൽ അങ്ങ് അത്യധികം കരുണാമയനാണ്, കാരുണ്യമുള്ളവനാണ്.
അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സങ്കടം കണ്ടപ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കണമെന്നും അത് നിവർത്തി കൊടുക്കാൻ തന്നാലാവത് ചെയ്യണമെന്നും തോന്നിയത്. അതുകൊണ്ട് പറയാം, അല്ലയോ കൃപാലുവായിട്ടുള്ള കരുണാമയനായിട്ടുള്ള മഹാത്മാവേ, അങ്ങ് മദ്ബാധാത്വം സ്ഥിതാക്ഷണാത്. മദ്ബാധ അതായത് എൻ്റെ ബാധയെ അഥവാ എന്നെ ബാധിച്ചിരുന്ന എൻ്റെ ദുഃഖത്തെ ത്വംസിത നശിപ്പിച്ചു. എങ്ങനെ? ക്ഷണാത്, ക്ഷണം കൊണ്ട് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ അങ്ങെൻ്റെ ദുഃഖത്തെ ശമിപ്പിച്ചിരിക്കുന്നു, ഇല്ലാതെയാക്കിയിരിക്കുന്നു. പക്ഷേ അതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. എന്നാലും എനിക്കൊരു അപേക്ഷയും കൂടിയുണ്ട്. കാരണം അങ്ങയ്ക്ക് എന്നെ പുഷ്ടിപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിൽ, അങ്ങയോട് ഒരപേക്ഷയും കൂടിയുണ്ട്. പുത്രയോശ്ചേതന നാസ്തി തതോ ബോധയ ബോധയ. എന്താ ഭക്തിദേവിയുടെ ആവശ്യം? പുത്രയോശ്ചേതന, പുത്രയോഹോ ചേതന, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പുത്രയോശ്ചേതന. പുത്രയോഹോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാർക്ക് ഇവിടെ വൃദ്ധാവസ്ഥയിൽ കിടക്കുകയാണ്, ക്ഷീണിതരായി കിടക്കുന്ന ഈ എൻ്റെ രണ്ട് പുത്രന്മാർക്ക് ചേതന, ചേതന എന്ന് പറഞ്ഞാൽ ഉണർവ്, നാസ്തി, നാസ്തി എന്നാൽ ഇല്ല, അവർക്ക് ഉണർവില്ല. അതായത് എനിക്ക് ഇത്രയും എൻ്റെ മഹത്വം പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഉണർന്നുവെങ്കിൽ, ഇവിടെ എൻ്റെ പുത്രന്മാർ പക്ഷേ എന്നിട്ടും ഉണരുന്നില്ല, അവരങ്ങനെ ക്ഷീണിതരായി മയക്കത്തിലാണ്. അതുകൊണ്ട് തതോ, തതഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ബോധയ ബോധയ, ഈ ബോധക്ഷയത്തിൽ നിന്നും ഒന്ന് ഉണർത്തിത്തരയണമേ. ഇപ്പോൾ ഭക്തിദേവിക്ക് ഒരു വിശ്വാസം വന്നു, തന്നെ പുഷ്ടിപ്പെടുത്തിയ നാരദ മഹർഷിക്ക് തൻ്റെ പുത്രന്മാരെയും ഉണർത്താനാവുമെന്നൊരു പ്രതീക്ഷ ഭക്തിദേവിക്ക് വന്നു. അതുകൊണ്ട് പറയാണ്, ഇവിടെ ബോധം നശിച്ച് അഥവാ ആ മയക്കത്തിൽ കിടക്കുന്ന തൻ്റെ രണ്ട് പുത്രന്മാരെ കൂടി, അല്ലയോ നാരദ മഹർഷേ, അങ്ങ് കരുണാലുവാണ്, കരുണാമയനാണ്, അങ്ങേക്ക് എൻ്റെ അടുക്ക വന്ന് എൻ്റെ ദുഃഖങ്ങൾ ചോദിച്ചറിഞ്ഞ് എൻ്റെ സങ്കടങ്ങളെ, എൻ്റെ ദുഃഖത്തെ നിവർത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, എന്നെ ഉണർത്താൻ കഴിഞ്ഞുവല്ലോ അങ്ങേക്ക്. അല്ലയോ മഹാത്മാവേ, മഹാത്മാക്കൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കാണുമ്പോൾ അവയിൽ നിന്നും ഈ സങ്കടപ്പെടുന്നവരെ കരകയറ്റണമെന്ന് തോന്നുകയുള്ളൂ. കരുണാമയനായ അല്ലയോ നാരദ മഹർഷേ, അങ്ങ് എൻ്റെ പുത്രന്മാരെ കൂടി ഈ ബോധക്ഷയത്തിൽ നിന്നും ഉണർത്തിയാലും. ഇവിടെ ഈ നാരദ മഹർഷിയെ ഭക്തിദേവി കാണുന്നത് തനിക്കൊരു വഴികാട്ടിയായി ഇതുവരെ വന്നു, ഇനിയും അങ്ങ് വെളിച്ചം കാണിച്ചു തന്നാലും. നമുക്കറിയാം, നമ്മുടെ മുമ്പോട്ടേക്കുള്ള യാത്ര അല്ലെങ്കിൽ മുൻപോട്ടുള്ള ദിനങ്ങൾ നമുക്ക് എപ്പോഴും ഇരുണ്ടതാണ്. നമുക്കറിയില്ല അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന്. അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു ടോർച്ചുമായിട്ട്, നമ്മളൊരു ഇരുണ്ട വഴിയിലൂടെ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. നമ്മളൊരു ടോർച്ചുമായിട്ട് പോയാൽ ഇവിടെ നിന്ന് നോക്കിയാൽ ആ ടോർച്ചിൻ്റെ വെട്ടം ഒരു പരിധിക്കുള്ളിൽ മാത്രമേ നിൽക്കുകയുള്ളൂ, അതിനപ്പുറം വീണ്ടും ഇരുട്ടാണ് അല്ലേ. പക്ഷേ ആ ടോർച്ചും വെച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ, ആദ്യം കണ്ട പരിധിയിൽ എത്തുമ്പോൾ മുന്നോട്ടേക്കുള്ള വഴി ഈ ടോർച്ച് താനെ കാണിച്ചു തരും, ആ വെളിച്ചം താനെ കാണിച്ചു തരും. ഇവിടെയും അതുതന്നെയാണ് പറഞ്ഞത്. അല്ലയോ നാരദ മഹർഷി, എന്നെ ഉണർത്തി, എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു, അങ്ങാകുന്ന ഞാൻ ഭക്തിയുടെ പ്രകാശം കൊണ്ട് എന്നെ ഉണർത്തിയെങ്കിൽ ഇനി അങ്ങോട്ട് അങ്ങ് തന്നെ ആ ടോർച്ചിലെ വെളിച്ചം കൊണ്ട്, അങ്ങയുടെ ആ ഭക്തിയുടെ മഹത്വം കൊണ്ട്, അങ്ങയുടെ ആ ധന്യാത്മാവായിട്ടുള്ള അങ്ങയുടെ കാരുണ്യം കൊണ്ട് എൻ്റെ മക്കളെ കൂടി ഉണർത്തേണമേ. പലപ്പോഴും ഇവിടെ നാരദ മഹർഷിയെക്കുറിച്ച് പറഞ്ഞു, കൃപാലുവാണ്, കാരുണ്യവാനാണ് എന്ന് പറഞ്ഞു ഭക്തിദേവി അല്ലേ. നമ്മളൊക്കെ കാരണം അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ നിന്നും അവരെ കരകയറ്റാനാവൂ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ സാധാരണ നമ്മുടെ തന്നെ പ്രശ്നങ്ങളെ പിടിച്ചു വെച്ച് കേണുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു കൊച്ചു കുഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ചെറിയ കുഞ്ഞ് തൻ്റെ മുടിയെ തന്നെ അങ്ങനെ കൈകൊണ്ട് ചുരുട്ടിപ്പിടിച്ച്, കാരണം അതറിയുന്നില്ല അതെവിടെയാണ് പിടിച്ചിരിക്കുന്നത്, ചുരുട്ടിപ്പിടിച്ച് വലിക്കുമ്പോൾ, കൈ വലിക്കുമ്പോൾ ആ മുടി വലിയുന്ന വേദന കൊണ്ട് അത് വല്ലാതെ കരയാറുണ്ട്. അപ്പോൾ അമ്മമാരെന്താ ചെയ്യുക, ഓടി വന്ന് ആ കുഞ്ഞിൻ്റെ കൈ വിടുവിക്കാൻ നോക്കും ആ മുടിയിൽ നിന്നും അല്ലേ. ഇതേപോലെയാണ് നമ്മളുമൊക്കെ നമ്മുടെ പ്രശ്നങ്ങളെ അങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ട്
നമ്മൾ കേണുകൊണ്ടിരിക്കുകയാണ് അനുനിമിഷം. ആ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ ഒന്ന് വിടുവിക്കാൻ ശ്രമിച്ചാൽ മതി, നമ്മൾ മുക്തരാവും. ഇവിടെ നാരദ മഹർഷിക്കും അത് തന്നെയാണ്. തനിക്ക് തൻ്റേതായ പ്രശ്നങ്ങളൊന്നും തന്നെയും നാരദ മഹർഷിയെ അലട്ടുന്നില്ല. മറിച്ച് അതുകൊണ്ട് തന്നെ താൻ മുക്തനാണ്. നമുക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നിവർത്തിക്കാൻ കഴിയാത്തത് നമ്മുടെ പ്രശ്നങ്ങളിൽ തന്നെ നമ്മളിങ്ങനെ ഒട്ടിപ്പിടിച്ച് അതിനെ പിടിച്ചു കേണുകൊണ്ടിരിക്കുകയാണ്, മുറുക്ക പിടിച്ചുകൊണ്ട്. നാരദ മഹർഷിക്ക് തൻ്റേതായ ഒരു പ്രശ്നവുമില്ല. കാരണം സദാ നാരായണനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ നാരദ മഹർഷിക്ക് പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളല്ലാതെയാവുകയാണ്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, ഒരു പക്ഷേ നാരദ മഹർഷിയുടെ ആ ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പോലും ഭക്തി അതിൻ്റെ ഉത്തമാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അനുഭവതലത്തിൽ അതിന് വലിയ പ്രഭാവമുണ്ടാവുകയില്ല. നമ്മൾ ഉത്തമനായ ഒരു നല്ല ഭക്തിയുള്ള മനുഷ്യരെ നോക്കിയാൽ നമുക്കറിയാം, നമുക്കൊക്കെ ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങളുണ്ടല്ലേ. ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തങ്ങളായിരിക്കും. പല പ്രശ്നങ്ങൾ അവർക്കുണ്ടാവാം. പക്ഷേ നല്ല ദൈവവിചാരമുള്ള ഉത്തമ ഭക്തരായിട്ടുള്ളവരെ നോക്കിയാൽ അവരെപ്പോഴും ശാന്തിയുടെ തലത്തിലായിരിക്കും. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നും അവരെ ഒട്ടാതെ ഇരിക്കുന്നത് അവർക്ക് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല അവർ ആ പുഞ്ചിരിയുമായി നടക്കുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങളിൽ മുറുക്ക പിടിച്ചുകൊണ്ട്, നമ്മൾ മുൻപേ ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ, മുറുക്ക പിടിച്ചുകൊണ്ട് കരയാൻ അവർ സമയം ചിലവഴിക്കുന്നില്ല. മറിച്ച് ഈ ഒരു ഈശ്വര വിചാരം കൊണ്ട് അതിൻ്റെ പ്രഭാവത്തെ അവരുടെ ജീവിതത്തിൽ അവരുടെ അനുഭവ തലത്തിൽ അതിൻ്റെ പ്രഭാവം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സദാ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കാൻ, അവർക്ക് സദാ ഒരു ശാന്തിയുടെ തലമുള്ളത്. പ്രശ്നങ്ങളുടെ അതേ പ്രശ്നം ഒരു പക്ഷേ ഭക്തി ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ഉണ്ടാവുന്നതെങ്കിൽ അവർ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അവരെപ്പോഴും ആ പ്രശ്നങ്ങളിൽ ഒട്ടി നിൽക്കുന്നവരായിരിക്കും. കാരണം അവർക്ക് മറ്റൊന്നിനോടും ഒട്ടലില്ല. ഒരു ഉത്തമ ഭക്തൻ ഒട്ടല് ഈശ്വര വിചാരത്തിൽ മാത്രമായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവരെ വല്ലാതെ സ്വാധീനിക്കുകയില്ല. ഇവിടെ നാരദ മഹർഷിക്കും അത് തന്നെ, ഒട്ടല് ഭഗവാനോട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ തൻ്റേതായ പ്രശ്നങ്ങൾ തൻ്റെ തലയിലെടുത്ത് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നിവർത്തിക്കാനുള്ള ഒരു കഴിവ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ധ്യാനം കൊണ്ട്, ആത്മീയ വിചാരം കൊണ്ട് താനേ ഉണ്ടാകുന്നതാണ്. ഇവിടെ ആ ഭക്തിദേവിക്ക് അതുകൊണ്ട് ഇപ്പോൾ ഉറപ്പുണ്ട്, തൻ്റെ പ്രശ്നങ്ങളെ നിവർത്തിക്കാൻ ഏറ്റവും യോഗ്യൻ, തന്നെ പുഷ്ടിപ്പെടുത്തിയ ഈ ശ്രീ നാരദ മഹർഷിക്ക് തന്നെയാണ്. തീർത്തും ഇരുളടഞ്ഞ പോയ നിമിഷങ്ങളിൽ നിന്നും ശ്രീ നാരദ മഹർഷിക്ക് തന്നെ ഉണർത്താൻ കഴിഞ്ഞുവെങ്കിൽ വളരെ കുറച്ച് സമയം, അതുകൊണ്ടാണ് പറഞ്ഞ ക്ഷണനേരം കൊണ്ട് തന്നെ ഉണർത്തിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതേ നാരദ മഹർഷിക്ക് തന്നെ തൻ്റെ പുത്രന്മാരെയും ഉണർത്താൻ കഴിയുമെന്നിപ്പോൾ ഭക്തിദേവിക്ക് ഒരു വിശ്വാസമുണ്ട്, ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ശ്രീ നാരദ മഹർഷിയോട് പറയുന്നത്, ഇനിയും അങ്ങ് എൻ്റെ പുത്രന്മാരെ കൂടി ഒന്ന് ഈ ബോധക്ഷയത്തിൽ നിന്നും കരകയറ്റാൻ കാരുണ്യമുണ്ടാകണമേ അങ്ങേക്ക്. വളരെ മനോഹരമായ 2 ശ്ലോകങ്ങളാണ് ഭക്തിദേവി വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തത്വത്തെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. പലപ്പോഴും ഈ നാസ്തികന്മാരുടെ ഒരു ചിന്തയാണ്, ഈ ഭഗവത് വിചാരം കൊണ്ട് എന്ത് നേടാനാണ്. അതിവിടെ കാണിച്ചു തരികയാണ്. ആ ശ്രീ നാരദ മഹർഷിയെ ഉദാഹരണമാക്കിക്കൊണ്ട് ഭക്തിദേവി നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഈശ്വര വിചാരം ഒരു ടോർച്ച് പോലെ ഇരുളടഞ്ഞ മുൻപോട്ടുള്ള നാളെ എന്താ എന്നറിയാത്ത വഴിയിൽ നമ്മളെ നയിക്കാൻ ആ ഈശ്വര വിചാരത്തിനാവും. ഭയം കൂടാതെ അടുത്ത നിമിഷത്തിലേക്ക് കടക്കാൻ
ഈശ്വര വിചാരം ഇല്ലാത്ത ഒരാളിന് അടുത്ത ഓരോ നിമിഷവും ഭയാനകമായിരിക്കും. കാരണം അവർ തൻ്റെ മാത്രം കഴിവുകൊണ്ട്, തൻ്റെ മാത്രം കേമത്തം കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നവരാണ്. ആ കേമത്തം, തൻ്റെ കഴിവുകൾ ഏത് നിമിഷവും നശിച്ചു പോകാം, ക്ഷയിച്ചു പോകാം, അല്ലെങ്കിൽ ശക്തി കുറയാമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നാളെ എന്നൊന്നിനെക്കുറിച്ച് അവർ ഭയത്തോടെയാണ് കാണുന്നത്. മറിച്ച് നല്ല ദൈവവിചാരമുള്ള, ഈശ്വര വിചാരമുള്ള, ഭഗവാനിൽ നല്ല ഉറപ്പുള്ളവർക്ക് ഇതുവരെ നടത്തിയതും ഭഗവാൻ, ഇപ്പോൾ നടത്തുന്നതും ഭഗവാൻ, നാളെ നടത്തുന്നതും ഭഗവാനാണ്. അവിടുത്തെ നിശ്ചയം പോലെ എല്ലാം നടക്കട്ടെ എന്ന് ഭഗവത് പാദങ്ങളിലേക്ക് തന്നെ തന്നെ സമർപ്പിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. കാരണം നല്ല ഉറപ്പുണ്ട്, ഇന്ന് ഈ നിമിഷം വരെ നടത്തിയത് ഭഗവാനാണ്, തൻ്റെ കഴിവല്ല എന്ന്. അതുകൊണ്ട് തന്നെ മനസ്സ് ശാന്തമാണവർക്ക്. സദാ ശാന്തിയുടെ തലത്തിൽ പുഞ്ചിരി തൂക്കി ഭഗവാനിങ്കലുള്ള ഉറപ്പോടുകൂടി അവർക്ക് മുന്നോട്ടുള്ള ഓരോ നിമിഷത്തെയും ശാന്തമായി നേരിടാൻ കഴിയുന്നവരാണ്. തൻ്റെ പ്രശ്നങ്ങളിലൊന്നും അവർക്ക് വല്ലാതെ തളർന്നു പോവുകയില്ല. ജീവിതത്തിലെ പ്രതിസന്ധികൾ, ജീവിതത്തിലെ പ്രതിരോധ സാഹചര്യങ്ങൾ, ഇവയൊന്നും തന്നെ വല്ലാതെ അങ്ങോട്ട് ക്ഷയിപ്പിക്കുന്നില്ല. ഏതൊരു ചൈതന്യമാണോ തന്നെ ഇതുവരെ നടത്തിയത്, തൻ്റെ കഷ്ടം പിടിച്ച, തൻ്റെ ദുഃഖം നിറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ തന്നെ തൻ്റെ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് നടന്നത് ഏതൊരു ഭഗവാനാണോ, ആ ഭഗവാൻ തന്നെ ഇനിയും മുന്നോട്ട് നയിക്കുമെന്ന് നല്ല ഉറപ്പുണ്ട്. സജ്ജനങ്ങളെ, ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയെയും നമുക്ക് വളരെ ലാഘവത്തോടുകൂടി നേരിടാൻ കഴിയും. അഥവാ ജീവിത പ്രശ്നങ്ങൾ നമ്മളെ വല്ലാതെ ഒട്ടുകയില്ല. ആ പ്രശ്നങ്ങളിലൊക്കെ കൂടെ കടന്നു പോകേണ്ടത് നമ്മുടെ പൂർവ്വജന്മാർജിതമായ കർമ്മ പ്രാരബ്ധമാണെങ്കിൽ ആ കടന്നു പോകുമ്പോഴും അത്യധികം ദുഃഖം നിറഞ്ഞ അവസരങ്ങളിൽ നമ്മളെ കൈക്കുമ്പിളിൽ ഭഗവാൻ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ദുഃഖമില്ലാത്ത സാഹചര്യങ്ങളിൽ ഭഗവാൻ നമ്മളോടൊപ്പം നടക്കുകയാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഭഗവാനെ മുറുക്കെ പിടിക്കാൻ സദാ നാരദ മഹർഷിയെ പോലെ ഭഗവത് നാമം ഉരുവിട്ടുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെയും ചെയ്യുമ്പോഴും ഭഗവാനെ ഇതും അവിടുന്ന് നടത്തുന്നതാണ്, അവിടുന്നൊക്കെ ഭംഗിയായിട്ട് നടത്തി തരണമേ, അറിയില്ല, അവിടുന്ന് നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഓരോ കർമ്മവും അത് നന്നാക്കി തരുന്നതും അവിടുന്ന്. ഇനിയല്ല അതിൻ്റെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എത്തിയില്ല എങ്കിലും അതും അവിടുത്തെ നിശ്ചയമെന്ന് മനസ്സിനെ പറഞ്ഞുറപ്പിക്കുക, ബോധ്യപ്പെടുത്തുക. ജീവിത സാഹചര്യങ്ങൾ തളരേണ്ടതില്ല, അതുമെല്ലാം അവിടുത്തെ നിശ്ചയമാണെന്ന് ഉറപ്പിക്കുക, അറിയുക. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. കൃപാലുനാ ത്വയാ സാധോ മദ്ബാധാ ത്വം സീതാക്ഷണാത് പുത്രയോശ്ചേതനാ നാസ്തി തതോ ബോധയ ബോധയ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു ശ്ലോകത്തിലെല്ലാം അത്യാവശ്യം എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. പുത്രയോശ്ചേതന, അതൊക്കെ നമ്മൾ ഇത്രയും ശ്ലോകങ്ങളായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭഗവാൻ ഈ ഉള്ളവളെ കൊണ്ട് തോന്നിപ്പിച്ച, പറയിപ്പിച്ച വാക്കുകളൊക്കെ അല്ലയോ ഭഗവാനെ, അവിടുത്തെ തന്നെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.